ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 330ആയി. ഇനി കണ്ടെത്താനുള്ളത് 284 പേരെ. തിരിച്ചറിയാത്ത 74 മൃതദേഹങ്ങൾ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കാനാണ് തീരുമാനം. കൽപ്പറ്റ നഗരസഭ വൈത്തിരി, മുട്ടിൽ, കണിയാമ്പാറ്റ, പടിഞ്ഞാറത്തറ, തൊണ്ടർനാട്, എടവക, മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തുകളിലാണ് സംസ്കാരത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ദുരന്തമുണ്ടായ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം മേഖലയിൽ ജീവന്റെ തുടിപ്പ് കണ്ടെത്താൻ റഡാർ പരിശോധന നടക്കുന്നു. തെർമൽ ഇമേജ് റഡാർ പരിശോധനയിൽ മണ്ണിനടിയിൽ നിന്ന് സിഗ്നൽ ലഭിച്ചു. സിഗ്നൽ ലഭിച്ച സ്ഥലം NDRF കുഴിച്ച് പരിശോധന നടത്തും. ശ്വാസം, അനക്കം തുടങ്ങിയവ ഉൾപ്പെടെ റഡാറിൽ വ്യക്തമാകും. കെട്ടിടങ്ങളിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താനാണ് പരിശോധന. ഒപ്പം ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ മേഖല ഉൾപ്പെടുന്ന മേപ്പാടി ഗ്രാമപഞ്ചായത്തിനെ ദുരന്തബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കി. വൈത്തിരി താലൂക്കിലെ കോട്ടപ്പടി, വെള്ളാർമല, തൃക്കൈപ്പറ്റ എന്നീ വില്ലേജുകൾ ഉൾപ്പെടുന്ന മേപ്പാടി ഗ്രാമപഞ്ചായത്തിനെയാണ് ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. ഉരുൾപൊട്ടൽ കവർന്നെടുത്ത വയനാട്ടിലെ ചൂരൽമല, മുണ്ടക്കൈ മേഖലയിൽ ഇന്നും സന്ദർശനം നടത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പ്രിയങ്ക ഗാന്ധിക്കൊപ്പം ഇന്നലെയും രാഹുൽ ദുരന്ത പ്രദേശത്തും ക്യാമ്പുകളിലും സന്ദർശനം നടത്തിയിരുന്നു. രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് ജില്ലാ അധികൃതരുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തി. ചൂരൽമലയിലെ ഫോറസ്റ്റ് ഓഫീസിൽ വെച്ചായിരുന്നു ചർച്ച. ദുരന്തത്തിൽ അവശേഷിച്ചവർക്കായി കോൺഗ്രസ് 100-ലധികം വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 3 ദിവസം കൂടി ശക്തമായ മഴയുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കനത്ത മഴയ്ക്കുള്ള സാധ്യത പരിഗണിച്ച് ഞായറാഴ്ച വരെ 4 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിലിറ്റർ മുതൽ 115.5 മില്ലിലിറ്റർ വരെ മഴ ലഭിച്ചേക്കും. കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട അർജുനായുള്ള തിരച്ചിൽ നിലച്ചു. ഒട്ടേറെ പേരുടെ മരണത്തിനിടയാക്കിയ മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചിട്ട ദേശീയപാത 66-ൽ ഗതാഗതം പുനരാരംഭിച്ചു. ജൂലൈ 16-നുണ്ടായ മണ്ണിടിച്ചിലിന് 17 ദിവസത്തിനു ശേഷമാണ് ഈ പാതയിലൂടെ ഗതാഗതം അനുവദിച്ചിരിക്കുന്നത്. 20 കിലോമീറ്റർ വേഗതയിലാണ് ഗതാഗതത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. ഇതിനായി സൂചനാ ബോർഡുകളും സിഗ്നൽ ലൈറ്റുകളും സ്ഥാപിക്കും. അപകടത്തിന് ശേഷം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഗതാഗതം നിരോധിച്ചത്. 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി പാർട്ടി സമ്മേളന ഷെഡ്യൂളിന് ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകാരം നൽകി. ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ നടക്കും. നവംബറിലാണ് ഏരിയ സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത്. ഡിസംബർ, ജനുവരി മാസങ്ങളിലായി ജില്ലാ സമ്മേളനവും ഫെബ്രുവരിയിൽ സംസ്ഥാന സമ്മേളനവും നടക്കും. കൊല്ലത്താണ് ഇത്തവണ സംസ്ഥാന സമ്മേളനം നടക്കുക. 24 പാർട്ടി കോൺഗ്രസ് തമിഴ്നാട്ടിലെ മധുരയിലാണ് നടക്കുക. ഏപ്രിൽ മാസത്തിലാകും പാർട്ടി കോൺഗ്രസ് നടക്കുക. KSRTCക്ക് വീണ്ടും സർക്കാർ സഹായം 30 കോടി രൂപ കൂടി അനുവദിച്ചായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ജീവനക്കാരുടെ ശമ്പളവും പെൻഷനുമടക്കം മുടക്കം കൂടാതെയുള്ള വിതരണം ഉറപ്പാക്കാൻ കൂടിയാണ് സർക്കാർ സഹായം ലഭ്യമാക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ പതിപ്പ് സൗദി അറേബ്യയിൽ നടക്കുന്നതിന്റെ വിശദാംശങ്ങൾ ഫിഫ വെളിപ്പെടുത്തി. ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് സൗദിയിലെ 5 നഗരങ്ങളിലായാണ് നടക്കുക. റിയാദ്, ജിദ്ദ, അൽഗോബാർ, അബഹ, നിയോം എന്നീ നഗരങ്ങളിലെ സ്റ്റേഡിയങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ആർച്ചറിയിൽ ഇന്ത്യക്ക് മെഡൽ പ്രതീക്ഷയേകി മിക്സഡ് ടീം ഇനത്തിൽ ഇന്ത്യൻ താരങ്ങൾ ക്വാർട്ടറിൽ. അങ്കിത ഭഗത്, ധീരജ് ബൊമ്മദേവര സഖ്യമാണ് മിക്സഡ് ഡബിൾസ് ക്വാർട്ടറിൽ കടന്നത്. പ്രീ ക്വാർട്ടറിൽ എതിരാളികളായ ഇന്തോനേഷ്യൻ സഖ്യത്തെ 5-1 ഇന്ത്യൻ സഖ്യം തോൽപ്പിച്ചത്.